ഹിജാബ് വിവാദത്തിൽ ഇടപെട്ടതിന് സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. CBSE സ്കൂളുകളിൽ സർക്കാരിന്റെ നിർബന്ധിത ഇടപെടൽ ശരിയോ എന്ന് ചോദ്യം. ഹിജാബ് അനുവദിക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി വ്യാഴാഴ്ച പരിഗണിക്കും. മകളെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് പിതാവ്. ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. ഹിജാബ് വിവാദത്തിൽ കന്യാസ്ത്രീകൾക്കെതിരായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിൽ പ്രകോപിതരായി ക്രൈസ്തവ സംഘടനകൾ. മന്ത്രി മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്തുണയുമായി സമസ്ത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിന് അന്വേഷണ സംഘം. പോറ്റി തട്ടിച്ചത് 2 കിലോ സ്വർണം. തന്നെ കുടുക്കിയവരും നിയമത്തിന് മുന്നിൽ വരുമെന്ന് ഉണ്ണികൃഷ്ണൻ. തുലാമാസ പൂജകൾക്ക് ശബരിമല നട തുറന്നു. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. കോൺഗ്രസ് ജംബോ പട്ടികയിൽ അമർഷം. തന്റെ അഭിപ്രായം KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ. പരിഹാസവുമായി ഷമാ മുഹമ്മദ്. ചാണ്ടിയുമ്മൻ ഭാവിയുടെ നേതാവെന്ന് സണ്ണി ജോസഫ്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി. ലയണൽ മെസ്സിയുടെ വരവിൽ അനിശ്ചിതത്വം. ഇന്ത്യൻ പര്യടനം റദ്ദാക്കുമെന്ന് റിപ്പോർട്ട്. മുന്നൊരുക്കങ്ങളിൽ അതൃപ്തിയെന്ന് വിശദീകരണം. അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് സ്പോൺസർ. പറയുന്നതിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. മെസ്സി അർജന്റീന ടീം അടങ്ങുന്ന അർജന്റീന ടീം 15-ാം തീയതി വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയ അനൗൺസ്മെന്റ് അറിയിപ്പ്. ഫിഫ വിൻഡോയില് മാച്ച് ഇല്ല എന്നോ ഫിഫ വിൻഡോ ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ഒന്നാം ഇന്നിംഗ്സിൽ കേരളം 219 പുറത്ത്. 54 റൺസ് എടുത്ത സഞ്ജു സാംസൺ ടോപ്പ് സ്കോറർ. രണ്ടാം ഇന്നിംഗ്സിലും സന്ദർശകർക്ക് മികച്ച തുടക്കം. ഹിജാബ് വിവാദത്തിൽ DDയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന് കോടതി ഉത്തരവ് സർക്കാർ വിശദീകരണം കേട്ട ശേഷം ആയിരിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ഒപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശും. ആദ്യം അഡ്വക്കേറ്റ് CN പ്രകാശ്, ഏതെങ്കിലും തരത്തിൽ ഇത് സർക്കാരിനുള്ള ഒരു വിമർശനം കൂടിയാണോ? നിർബന്ധിത ഇടപെടൽ എന്തിന് നടത്തി എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് വരുമ്പോൾ, അതോ സർക്കാരിന്റെ വിശദീകരണം കേട്ട ശേഷം ഈ കാര്യം വിശദമായി പരിശോധിക്കാം എന്നുള്ളൊരു നിലപാടാണോ കോടതി സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല. സർക്കാരിന്റെ നിലപാടിലുള്ള തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിട്ടുള്ള ആ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് സ്കൂളിന്റെ മാനേജ്മെന്റ്, സെന്റ് റീസാസ് സ്കൂളിന്റെ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം ഇന്ന് അംഗീകരിച്ചില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ച് ഇതിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ ശേഷം ഈ ഹർജി 24-ാം തീയതി, അതായത് വെള്ളിയാഴ്ച പരിഗണിക്കാനാണ് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹർജി തള്ളി എന്ന് പറയാൻ കഴിയില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മാത്രമാണ് തള്ളിയിട്ടുള്ളത്. സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും പൂർണ്ണമായും തള്ളിയിട്ടില്ല. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് തള്ളിയിട്ടുള്ളത്. ഈ CBSE സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും നേരിട്ട് ഇടപെടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം കേട്ട ശേഷമായിരിക്കും വിശദമായി വാദം ഈ ഹർജിയിൽ കേൾക്കുക. CN പ്രകാശ്, അതോടൊപ്പം തന്നെ ഇതിനകത്ത് കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണ് എന്നതടക്കമുള്ള വിഷയങ്ങളൊക്കെ രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയൊക്കെ ചെയ്തിരുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തുകയുണ്ടായോ? അതോ 24-ാം തീയതി പരിശോധിച്ച ശേഷമായിരിക്കും? അങ്ങനെയാണോ കരുതേണ്ടത്? ഇക്കാര്യത്തിൽ പൂർണ്ണമായും കാര്യങ്ങൾ തീരുമാനിക്കുക ഈ CBSE സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഉത്തരവിലൂടെ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമോ എന്ന കാര്യമാണ് പരിശോധിക്കുക. അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഹർജിയിൽ അന്തിമമായ ഒരു തീരുമാനം ഹൈക്കോടതി കൈക്കൊള്ളുക.
അഡ്വക്കേറ്റ് CN പ്രകാശ്, ഏതായാലും ഇതിൽ DDയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ഇല്ല എന്ന ഒരു വിവരമാണുള്ളത്. പക്ഷേ കോടതി മറ്റേതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ 24-ാം തീയതി ഇത് CBSE സ്കൂളുകളുടെ കാര്യത്തിൽ സർക്കാരിന് എത്രത്തോളം ഇടപെടാൻ കഴിയും എന്ന വിഷയമായിരിക്കും. അതിനാണ് പ്രഥമ പരിഗണന. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളിൽ ഒരുപക്ഷെ കോടതി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്നറിയാൻ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നു. ആജ്ഞ, സ്കൂളിന് ഒരു തിരിച്ചടിയായി ഇത് വിലയിരുത്താമോ? ഒരു അടിയന്തര സ്റ്റേ ഇല്ല, അത് സർക്കാരിൻ്റെ വാദം കേൾക്കട്ടെ എന്ന് പറയുന്നതൊന്നുണ്ട്. അതോടൊപ്പം തന്നെ CBSE സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നിർബന്ധിത ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമുണ്ടോ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന്? അപർണ, സ്കൂളിനൊരു തിരിച്ചടിയായി എന്ന് ഈ വിഷയത്തിൽ പറയാൻ കഴിയില്ല. അതേസമയം സ്കൂളിന്റെ ആവശ്യം DD ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടിട്ടുണ്ടാണ്. അടിയന്തര സ്റ്റേ അനുവദിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. കോടതി ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗമാണ്, സർക്കാരിനെതിരായിട്ടുള്ള ഹർജിയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. DDയുടെ പരാമർശങ്ങൾ, അതായത് കണ്ടെത്തലുകൾ പലതും വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ആരോപണം. അങ്ങനെ തന്നെയാണ്. അതായത് ഈ കുട്ടി ഹിജാബുമായി ധരിച്ച് സ്കൂളിൽ എത്തിയപ്പോൾ സ്കൂളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. അത് DDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ള വിവരങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. അതേസമയം DD വസ്തുതാവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാതെയാണ് AEOയുടെ റിപ്പോർട്ട്, അതല്ലെങ്കിൽ AEO വാസ്തവവിരുദ്ധമായ റിപ്പോർട്ട് നൽകിയത്, അത് അപ്പടി DD വിഴുങ്ങുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും. അത് ആ സമയത്ത് തന്നെ, അതായത് ഹൈബിയുടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നത് അനുരഞ്ജന ചർച്ചയിലൂടെ കുട്ടി സ്കൂളിലെ ഹിജാബ് ധരിച്ച് വരാൻ തയ്യാറാണ് എന്ന് പിതാവ് വരെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി കോംപ്രമൈസ് ചെയ്ത് അവർ പോയതുമാണ്. വീണ്ടും അന്ന് വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂളിനെതിരെ നടത്തിയ ഈ വിമർശനമാണ് വീണ്ടും ഈ പ്രശ്നത്തിലേക്ക്, വീണ്ടും ആ പ്രശ്നം ആളിക്കത്താനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പാകിൽ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞിരുന്നെങ്കിലും DDയുടെ ഉത്തരവ് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താൻ കുട്ടിയെ അനുവദിക്കണമെന്നായിരുന്നു DDയുടെ നിർദ്ദേശം. അങ്ങനെയായിരുന്നു. ആ നിർദ്ദേശം പാലിക്കാൻ കഴിയില്ല. ആ നിർദ്ദേശത്തിന് അടിയന്തരമായി സ്റ്റേ വേണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ അറിയിച്ചത്. അടിയന്തരമായി, അതായത് ഇൻട്രീം സ്റ്റേ നൽകാൻ കഴിയില്ല, ഇടക്കാല ഉത്തരവ് ആ കാര്യത്തിൽ നൽകാൻ കഴിയില്ല. അതേസമയം സ്കൂളിലെ പ്രശ്നങ്ങൾ, അതായത് CBSE സ്കൂളാണ്. ഈ CBSE സ്കൂളിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അതിനുള്ള നിയമമുണ്ടോ, സാധ്യതകളുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് നൽകിയ ശേഷം വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. അതിനുശേഷം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഗണനയുണ്ടാകും. അപ്പോഴും ഈ കുട്ടി ഇനി ഈ സ്കൂളിൽ മാനസികമായിട്ട് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇനി ഈ സ്കൂളിലേക്ക് വരുന്നില്ല, ഈ TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്നുള്ള നിലപാടാണ് പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ അടിയന്തര സ്റ്റേ ഇല്ല എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് കുട്ടി സ്കൂളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? സ്കൂൾ അധികൃതർ പോലും പലപ്പോഴും പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചില പുറത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു വലിയ വീണ്ടും ഒരാശയക്കുഴപ്പത്തിലേക്കും വിഷയത്തിലേക്കും എത്തുകയും ചെയ്യും. അതിനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ നമുക്കറിയാം, തുടക്കം മുതലേ ഈ പ്രശ്നം സ്കൂളിൽ, അതായത് കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നു, ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് അധ്യാപകർ തടയുന്നു, ഹിജാബ് അഴിപ്പിച്ച ശേഷം സ്കൂളിലേക്ക് കുട്ടിയെ കയറ്റുന്നു. ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2-3 തവണ കുട്ടി സ്കൂളിനുള്ളിൽ ഹിജാബ് ധരിച്ച് ആർട്സ് ഡേ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളും വീഡിയോകളും അവരുടെ കയ്യിലുണ്ട്. അതായത് സ്കൂളിൽ നിന്നും കുട്ടിയെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് പ്രധാന പരാമർശം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് ആവർത്തിച്ച് പറയുന്നതും. അതേസമയം സ്കൂളിലൊരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം പാലിച്ച് വരണം എന്ന് തന്നെ മാതാപിതാക്കളോട് പല തവണയായി സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാലിച്ചില്ല. അതേസമയം അപർണ സൂചിപ്പിച്ചതുപോലെ ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. SDPIയുടെ പ്രതിനിധിയാണ് എന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളിൽ പുറത്തുനിന്നും ചില ആളുകൾ വന്ന് ബഹളം വയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ വിഷയം പോകുന്നു എന്നൊരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ്
സ്കൂൾ അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. സ്കൂൾ അടച്ചിട്ട ശേഷം പിന്നീട് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ, സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നു. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം കോടതി തന്നെ ലോ ആൻഡ് ഓർഡർ പാലിക്കണമെന്ന് തന്നെ നിർദ്ദേശം വയ്ക്കുകയും, അതായത് 2018 ഹൈക്കോടതി നിയമം അനുസരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റിന് അവരുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, മറ്റ് നിയമങ്ങളൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റിന് ഡിസൈഡ് ചെയ്യാം എന്നൊരു നിയമം 2018 സമാനമായ വിധി 2022 കർണാടക ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പ്രവർത്തിക്കണമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. മാത്രമല്ല സ്കൂൾ അധികൃതർക്ക് ആവശ്യപ്പെട്ടാൽ സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അനുരഞ്ജന ചർച്ച നടക്കുന്നത്. കുട്ടിയുടെ പിതാവ് ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ പ്രശ്നത്തെ മാറ്റുന്നില്ല. കുട്ടി ഈ പറഞ്ഞതുപോലെ തൻ്റെ കുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കോംപ്രമൈസിലേക്ക് പോവുകയും ചെയ്തതാണ്. തുടർന്നാണ് ഈ DDയുടെ റിപ്പോർട്ട് വിവാദത്തിലാവുന്നതും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തുന്നതും അതിനുശേഷമാണ് ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ പ്രശ്നം ആളിക്കത്തുന്ന തരത്തിലേക്കും SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഈ സർക്കുലർ ഇറക്കണം, അതായത് എല്ലാ സ്കൂളിലും ഹിജാബ് ധരിച്ചെത്താൻ എന്നുള്ള സർക്കുലർ ഇറക്കണമെന്നുള്ള ആവശ്യവുമായി SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതുമായ ഒരു സാഹചര്യത്തിലാണ്. അതിൽ വീണ്ടും ഇത്തരത്തിൽ, അതായത് ഈ പറയുന്നത് പോലെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു, സമുദായ ധ്രുവീകരണം ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കൃത്യമായ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോമിൻ്റെ കാര്യത്തിലാണ്, അതായത് കുട്ടികൾ, അത് യൂണിഫോം എന്ന് പറയുന്നത് തന്നെ ഒരുതരം ഈക്വൽ സമത്വം എന്നുള്ളതിൻ്റെ മെസ്സേജ് തന്നെയാണ്. എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ബയോയിൽ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ഇവരുടെ പ്രിൻസിപ്പാള് ശിരോവസ്ത്രം ധരിച്ച കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നതിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്ന വിരോധാഭാസത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോഴും നമുക്ക് ഒരു കാര്യം ആലോചിക്കണം. അധ്യാപകർക്ക് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് അതല്ലെങ്കിൽ ഒഫീഷ്യൽസിന് ഈ പറയുന്ന യൂണിഫോം നിഷ്കർഷിച്ചിട്ടില്ല, അത് സ്കൂളും നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ഇപ്പോഴും ടീച്ചേഴ്സ് സാരി ഉടുത്ത് തന്നെ പോകണം നിർബന്ധമുള്ള സ്കൂളുകളുണ്ട്. വെള്ളിയാഴ്ച വൈറ്റ് ധരിക്കണമെന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. അതൊക്കെ അനുസരിച്ച് അവർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഈ സ്കൂളിൽ അങ്ങനെ ഒരു നിയമമില്ല, അധ്യാപകർക്ക് അങ്ങനെ നിയമമില്ല. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപകർ ഞാൻ രവീന്ദ്രൻ ഒപ്പം അഡ്വക്കേറ്റ് CN പ്രകാശിൽ ഒരിക്കൽ കൂടി. CN പ്രകാശ്, നേരത്തെ DD നൽകിയ നോട്ടീസിനകത്ത് ഹിജാബ് ധരിച്ചു കുട്ടി സ്കൂളിൽ എത്തിയാലും പഠിപ്പിക്കണം, പുറത്താക്കരുത്, ഇതിൽ അടിയന്തര സ്റ്റേ അനുവദിച്ചിട്ടില്ല, നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന് മാനേജ്മെന്റ് ആവശ്യം അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇതിനൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നൊരു വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ ഇതിനെതിരെയും മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചതല്ലേ? പക്ഷേ ആ വിഷയത്തിൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? ഈ DDയുടെ നോട്ടീസിൽ മാത്രമാണോ കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്? നിലവിൽ കുട്ടിയെ തിരിച്ചറിയണമെന്ന ആവശ്യത്തിൽ DDയുടെ സർക്കുലർ, ആ ഉത്തരവ് പെട്ടെന്ന് സ്റ്റേ ചെയ്യണം, അടിയന്തരമായി തന്നെ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് സ്കൂൾ മാനേജ്മെന്റ് നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി സ്റ്റേ ചെയ്യാൻ മാത്രമാണ് ഹൈക്കോടതി വിസമ്മതിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം അത് CBSE സ്കൂളുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് അത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന നിയമപ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കേട്ട ശേഷം ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഹൈക്കോടതി സ്വീകരിക്കും. അഡ്വക്കേറ്റ് CN പ്രകാശാണ്. ഏതായാലും ഹിജാബ് വിഷയത്തിൽ സർക്കാരിൻ്റെ വിശദീകരണമാണ് ഹൈക്കോടതി തേടിയിരിക്കുന്നത്. ഇതിൽ DDയുടെ ഉത്തരവിന് അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ട് കൊണ്ട് സെയിന്റ് റിത്ത സ്കൂള് സമർപ്പിച്ച ഹർജിയിൽ അടിയന്തര സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. 24-ാം തീയതി കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകുക. ഏതായാലും അടിയന്തര സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ വരാം എന്നുള്ളൊരു സ്റ്റാറ്റസ് കോ ഇപ്പോഴുണ്ട്. പക്ഷേ കുട്ടി TC വാങ്ങി സ്കൂളിൽ നിന്ന് പോകും, അതാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് കുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്തിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ അറിയാം തുടർ നടപടികൾ ഏത് തരത്തിലാണ് പോകുന്നത് എന്നുള്ളത്. സ്കൂളിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പളുരുത്തി സെന്റ് റിത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ല എന്നുള്ള നിലപാടാണ് കുട്ടിയുടെ പിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോണത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു.
എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് വിരോധാഭാസമാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് സ്കൂളിൽ തുടർന്നും പഠിക്കാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഹെലിന ആൽബി പറഞ്ഞു. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വി ആർ wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടി മാപ്പ് പറയണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ക്രൈസ്തവ വിഭാഗത്തെയും ക്രൈസ്തവ സന്യാസിനികളെയും അവഹേളിക്കുന്നതാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവന. ചില മതമൌലികവാദികളുടെ വാക്കുകളാണ് മന്ത്രി കടമെടുക്കുന്നതെന്നും പ്രശ്നം ഇത്രയും വഷളാക്കിയതിന്റെ ഏക ഉത്തരവാദി മന്ത്രി ശിവൻകുട്ടിയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് വിമർശിച്ചു. ഹിജാബ് വിവാദത്തിൽ സർക്കാരിനെതിരെ ഒളിയമ്പുമായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചില അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിത്. മതേതര പാർട്ടികൾ വോട്ട് കിട്ടാൻ വേണ്ടി സമുദായങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. തലമറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ കളർ സ്കൂളിന് തീരുമാനിക്കാം. ചന്ദനക്കുറി ഇട്ട് വരരുത് എന്ന് പറയാൻ പറ്റുമോ എന്നും പൂക്കോട്ടൂർ ചോദിച്ചു. തന്നെ പ്രശംസിച്ച സമസ്ത നിലപാടിന് മന്ത്രി ശിവൻകുട്ടി നന്ദി പറഞ്ഞതോടെ മറ്റൊരു മാനത്തിലേക്ക് കൂടി കടക്കുകയാണ് ഹിജാബ് വിവാദം. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിന്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടം എന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ശിരോവസ്ത്ര വിവാദത്തിൽ മുമ്പ് SDPI മാത്രമായിരുന്നു നിലപാട് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സമസ്തയും അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖപ്രസംഗത്തിലായിരുന്നു സമസ്തയുടെ ലേഖനം ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ശിവൻകുട്ടിയെ പ്രശംസിച്ചുകൊണ്ടും സുപ്രഭാതം എഴുതി. മതേതരത്വത്തെയും ഭരണഘടനയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയതെന്നായിരുന്നു സമസ്തയുടെ പ്രശംസ. ഒപ്പം തന്നെ ഈ സ്കൂളിനെതിരെ വലിയ വിമർശനവും ഈ മുഖപത്രത്തിൽ ഉണ്ട്. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ലേഖനം. ശിരോവസ്ത്രത്തിന് വേണ്ടി വാദിച്ചവരെ, അതിൻ്റെ ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദികളായി ചാപ്പകുത്തുന്നു എന്നായിരുന്നു സമസ്തയുടെ വിമർശനം. ഒപ്പം തന്നെ സമസ്തയുടെ പോഷക സംഘടനയായ SYSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ സമദ് പൂക്കോട്ടൂരും സമാന അഭിപ്രായം പങ്കുവച്ചു. ഈ മതപരമായിട്ടുള്ള അവകാശമാണ് ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത്. ചന്ദനക്കുറി ധരിക്കുമ്പോഴേയും കുരിശുമാല ഇടുമ്പോഴേയുള്ള ഒരു അവകാശമാണിത്. ഇത് ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. അതില്ല എന്ന് പറയാൻ സ്കൂളിന് അവകാശമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. ഒപ്പം തന്നെ ശിരോവസ്ത്രം ധരിച്ച ഒരു അധ്യാപികയാണ് കുട്ടി ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഇത് ഹിജാബിൻ്റെ പേരിലുള്ള വാദത്തെ മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു വഴിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ആരോപണവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ. പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണു പോകരുത്. മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും. അതേസമയം മന്ത്രി ശിവൻകുട്ടി ആ വിഷയത്തിൽ സമസ്തയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത്. കുട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള എല്ലാ അവകാശവുമുണ്ട്. സമസ്തയുടെ അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു. ആരുടെ വീഴ്ച മൂലമാണ് ഈ കുട്ടി പോകാത്തത് എന്ന് അന്വേഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ദിവസങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ വരും എന്ന് തന്നെ വേണം കരുതുവാൻ. മതസംഘടനകൾ ഇപ്പോൾ അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നടന്ന ഒരു സ്കൂളിലെ വിഷയം മാത്രമായിട്ട് ഈ ഒരു ഹിജാബ് വിഷയം ഒതുങ്ങുമോ അതോ വലിയ തോതിൽ വിവാദങ്ങൾക്ക് അത് വഴിവെക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, News 18. ഹിജാബ് വിഷയത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് കൃത്യമായ നിലപാടാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഹിജാബ് വിഷയം സമൂഹത്തിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കാതെ എല്ലാവരും സൂക്ഷിക്കണമെന്ന് മന്ത്രി P രാജീവ്. വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഭിന്നിപ്പും വൈര്യവും രൂപപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. ഭരണഘടനാപരമായ പ്രശ്നം പരിഹരിക്കാനുള്ള സൂക്ഷ്മത കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ പ്രശ്നം പരിഹരിച്ചു എന്നാണല്ലോ പത്രത്തിൽ കണ്ടതെന്നും P രാജീവ് പരിഹസിച്ചു. ഹിജാബ് വിവാദത്തിൽ പ്രതികരിച്ച് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കാൻ സർക്കാർ ശ്രമിക്കരുതെന്ന് ശോഭ. കാസർഗോഡ് മൈം വിവാദത്തിന്റെ ആവർത്തനമായി ഇത് മാറാൻ പാടില്ല. രാജ്യദ്രോഹികൾ പറയുന്നത് കുട്ടികളുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും അവർ പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിൽ വിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. 2 കിലോയോളം സ്വർണം പോറ്റി തട്ടിയെന്നാണ് റിപ്പോർട്ട്. പാളികളുടെ ആകെ തൂക്കത്തിൽ 4541.9 ഗ്രാമിന്റെ കുറവാണ് ഉണ്ടായത്. സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളിയാക്കി രേഖ ഉണ്ടാക്കിയതായി മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവർക്കെതിരെയും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് News 18 ലഭിച്ചു.
ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. വലിയ ഗൂഢാലോചനയും വഞ്ചനയും നടന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെയും വിവരങ്ങളും അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായ വീഴ്ചകളും തട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലും സമാനമായ രീതിയിലാണ് പരാമർശിച്ചിട്ടുള്ളത്. എന്തായാലും 2 കിലോയാണ് സ്വർണം ഈ ദ്വാരപാലക പാളികയിലും അതുപോലെ തന്നെ ഈ ശ്രീകോവിലിൻ്റെ സ്വർണ്ണ കഥകിലും അതുപോലെ കട്ടളപ്പാളിയിലും എല്ലാം പൂശുന്നതിന് വേണ്ടി ഈ ഉള്ള സ്വർണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നുള്ള കാര്യം ഞെട്ടിക്കുന്ന വിവരമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 2 കിലോ സ്വർണ്ണത്തിൻ്റെ കുറവുണ്ട്. അതിൽ 394 ഗ്രാം മാത്രമാണ് ഈ സ്വർണം പൂശിയിട്ടുള്ളത്. ബാക്കിയുള്ള സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റുള്ളവർക്ക് വീതിച്ച് നൽകുക അല്ലെങ്കിൽ പങ്കുവെച്ച് നൽകിയെന്നാണ് SITയോടും മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായുള്ള കാര്യം. എന്തായാലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നും ഈ റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതായത് ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ അത് പാലിക്കാതെ ആ കൂട്ടുനിന്ന് ഈ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി 1-ാം പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനെ കൊണ്ടാണ് സ്വർണം ഒരുക്കിയെടുക്കുന്നത്. പിന്നീട് അത് ഈ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ കൽപേഷിലേക്ക് മാറുന്നു. കൽപേഷ് ഇത് ഹൈദരാബാദിലെത്തിക്കുന്നു. അങ്ങനെ വിവിധ തരങ്ങളിലേക്ക് ഈ സ്വർണം മാറിയിട്ടുണ്ട്. അത് ആർക്കൊക്കെ നൽകി, പണമായിട്ടും അല്ലെങ്കിൽ സ്വർണ്ണമായി വിധിച്ച് നൽകിയോ അതോ പണമായിട്ടാണോ നൽകിയെന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. കാരണം ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ശബരിമലയുള്ള ഈ സ്വർണം അത് പുറത്തു കൊണ്ടുപോയി ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഗുരുതര വീഴ്ചയായിട്ടാണ് കാണുന്നത്. കാരണം ദേവസ്വം മാനുവലിന് വിരുദ്ധമായുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഗുരുതര വീഴ്ച ഇതിനകത്തുണ്ടായി. അതിന് അത്തരം വീഴ്ചയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തട്ടിയെടുത്ത സ്വർണം, അതായത് 2 കിലോ സ്വർണ്ണത്തിൽ ഈ 394 ഗ്രാമിന് പുറമെയുള്ള സ്വർണം എവിടെ പോയി, ആരാണ് ഈ സ്വർണം വീതിച്ചെടുത്തിട്ടുള്ള ഒരുക്കി എടുത്തതിന് ശേഷം ആർക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ കൽപേഷ്, നാഗേഷ് എന്നിവരാണ്. ഈ ബാംഗ്ലൂരുള്ള ഈ കൽപേഷും നാഗേഷും അടക്കമുള്ള ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബിനാമികളാണോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അത്തരം ബിനാമി വഴി ഈ സ്വർണം മാറ്റിയെടുത്ത് ഇത് മറ്റു തരത്തിലേക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. എന്തായാലും 14 ദിവസത്തേക്കാണ് കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന് വിട്ടു നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം ഈ കൃത്യം നടന്ന സ്ഥലങ്ങളിലേക്ക്, അതായത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകും. അവിടെ എല്ലാം വിശദമായ അന്വേഷണം നടത്തും, തെളിവുകൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് നടപടിയിലേക്ക് അന്വേഷണ സംഘം പോവുക. എന്തായാലും വിശദമായ രീതിയിലൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. 2019 ഈ ബോർഡ് അധികാരത്തിൽ പത്മകുമാർ പ്രസിഡൻ്റായ സമയത്താണ് ഇത്തരമൊരു ക്രമക്കേടുകൾ നടക്കുന്നത്. അതിന് മുമ്പ് ഉള്ള കാലഘട്ടത്തിലുള്ള രേഖകളുമൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡി വിട്ട സമയമനുസരിച്ച് എവിടൊക്കെ ഈ സ്വർണം കൊണ്ടുപോയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിച്ച ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അവിടെ എല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതെന്തായാലും 6 ആഴ്ച സമയത്തിനുള്ളിൽ കോടതി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളൊരു പ്രധാന ഘടകം കൂടി ഉണ്ട്. 2 കേസുകളാണ് ഇത് സംബന്ധിച്ച് റാന്നി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉള്ളത്. അതിൽ 1-ാമത്തെ കേസിലാണ് ഇപ്പോൾ കസ്റ്റഡി പോലീസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. അതിൻ്റെ അന്വേഷണം പൂർത്തിയതിന് ശേഷമായിരിക്കും 2-ാമത്തെ കേസിലേക്ക് അന്വേഷണം കടക്കുക. എന്തായാലും വിശദമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിലെ നടപടികൾക്ക് ശേഷം പോലീസ് കസ്റ്റഡി വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിൽ നിന്നും കൊണ്ടുപോയിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. പ്രതിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനാൽ കസ്റ്റഡിയിലുള്ള എല്ലാ ദിവസവും വൈദ്യപരിശോധന ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ സന്തോഷമെന്ന് മന്ത്രി VN വാസവൻ. വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആരൊക്കെ പ്രതികളായാലും അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. വളരെ വേഗത്തിലായില്ലേ, വളരെ സന്തോഷകരമല്ലേ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ.
വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. അതിന് മുമ്പ് നമുക്ക് വരണം. നിശ്ചയമായി ആരൊക്കെയുണ്ടല്ലോ അവരെല്ലാം വരണം. ഒരാളും വിടാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം. ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തന്ത്രി കണ്ഠരര് മഹേഷ് രാജീവരരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. തുലാമാസ പൂജകൾക്ക് നട തുറന്നപ്പോഴാണ് സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ സന്നിധാനത്തെത്തി. VV അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, വലിയ വിഷയം, വലിയ വിവാദമായതിനാൽ കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ കൂടിയാണ് സ്വർണ്ണപ്പാളികൾ ചേർക്കുന്ന ചടങ്ങ് നടന്നത് അല്ലെ? ഏത് തരത്തിലായിരുന്നു ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്? അപർണ, തുലാമാസ പൂജകൾക്ക് വൈകിട്ട് 4 മണിക്കാണ് ശബരിമല നട തുറന്നത്. 4:45 സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ദ്വാരപാലക പ്രതിമകളിൽ, ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിയാനുള്ള സ്വർണ്ണപ്പാളികൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അംഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്നു. ഏതാണ്ട് 1.25 മണിക്കൂറോളം നീണ്ട ചടങ്ങുകൾക്ക് ശേഷമാണത് പൂർണ്ണമായും സ്ഥാപിക്കാൻ കഴിഞ്ഞത്. വലിയ വിവാദമുണ്ടായ സ്വർണ്ണപ്പാളികളാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഹൈക്കോടതിയെ അറിയിക്കാതെയാണ്. കോടതിയുടെ പ്രതിനിധിയായ ജില്ലാ ജഡ്ജിനെ അറിയിക്കാതെ കൊണ്ടുപോയി. അത് വലിയ വിവാദമായി. പിന്നീട് അത് കോടതി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഹൈക്കോടതി അത് തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് ഉരുക്കി കഴിഞ്ഞു. അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒരുക്കി എന്ന് പറയുമ്പോൾ കോടതി വീണ്ടും അത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കൊണ്ടുവരണം എന്ന നിർദ്ദേശം നൽകി. അങ്ങനെയാണ് കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 21-ാം തീയതി ഇവിടെ കൊണ്ടുവന്നത്. അത് ഇന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരവും തന്ത്രിയുടെ അനുമതി പ്രകാരവും ഇന്ന് ഈ തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ദിവസം തന്നെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം അടുത്ത ചടങ്ങുകൾക്ക് ശേഷമാണ് പുനഃസ്ഥാപിച്ചത്. ഈ 14 പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ആകെ ഉണ്ടായിരുന്നത്. ഇതിൽ 12 പാളികളാണ് കേടുവരാത്ത, 2 പാളികൾ ഒഴികെയുള്ള 12 പാളികളാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത്. 397 ഗ്രാം സ്വർണ്ണമാണ് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നത്. 12 പാളികളുടെ ആകെ ഭാരം 22 കിലോഗ്രാം ആയിരുന്നു. അതിൽ 281 ഗ്രാം സ്വർണ്ണമുണ്ടായിരുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ നടന്ന അറ്റകുറ്റപ്പണികൾ ഭാഗമായി 10 ഗ്രാം അധികം സ്വർണം ഇതിൽ പൂശുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തിരികെ സ്ഥാപിക്കുമ്പോൾ 12 പാളികളുടെ സ്വർണത്തിന്റെ ഭാരം 291 ഗ്രാമായും പൂശിയ പാളികളുടെ 14 പാളികളുടെ ആകെ ഭാരം 32 കിലോഗ്രാമായും മാറിയിട്ടുണ്ട്. ഇതിൽ സ്വർണത്തിന്റെ ഭാരം 397 ഗ്രാമിൽ നിന്ന് 407 ഗ്രാമായും വർദ്ധിച്ചു. ആ സ്വർണ്ണപ്പാളികളാണ് ഇവിടെ പൂശിയത്. അല്പസമയത്തിനായി ഈ സ്വർണ്ണപ്പാളികൾ പൂശിയ ശേഷമുള്ള പ്രാസാദ ശുദ്ധി പൂജ നടത്തും. അത് തന്ത്രിയാണ് നടത്തുക. അതിനുശേഷം ഇന്ന് മറ്റ് കാര്യമായ പൂജകളൊന്നും ഉണ്ടാകില്ല. ദീപാരാധന പോലും ഇന്നത്തെ ദിവസം ഉണ്ടാകില്ല. ഇന്ന് രാത്രി 10 മണി വരെ നട തുറന്നിരിക്കും. 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. നാളെ 1-ാം തീയതിയാണ്. നാളെ രാവിലെ തന്നെ നട തുറക്കും. അതിനുശേഷം മറ്റ് പതിവ് പൂജകൾ ഉണ്ടാകും. നാളെയാണ് മേൽശാന്തി നറുക്കെടുപ്പ്. ശബരിമലയിലെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പുണ്ടാകും. ഏതായാലും വലിയ വിവാദങ്ങളിലൂടെ ലോക ശ്രദ്ധയെന്ന് തന്നെ അയ്യപ്പ ഭക്തരുള്ളിടത്തെല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ ദ്വാരപാലക ശില്പങ്ങൾ, അതിലെ സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഏതായാലും 4 മണിക്ക് നട തുറക്കുമ്പോൾ അതിന്റെ ശിലാരൂപമായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ സ്വർണ്ണ ശോഭയിൽ തിളങ്ങി നിൽക്കുകയാണ് സന്നിധാനത്ത്. അപർണ, VV അരുൺ സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് ശോഭാ സുരേന്ദ്രൻ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പിണറായി വിജയൻ അറിയാതെ കളവ് നടക്കില്ലെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഹിന്ദു ജനസംഖ്യാ വർധനവിന് ആഹ്വാനം ചെയ്ത് സ്വാമിമാരുടെ യാത്ര. ഹിന്ദു കുടുംബങ്ങളിൽ 3-ൽ കുറയാതെ മക്കൾ വേണമെന്ന് സ്വാമി ചിദാനന്ദപുരി പറയുന്നു. രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ കുറയുമ്പോൾ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്നാണ് സ്വാമി ചൂണ്ടിക്കാട്ടുന്നത്. സന്യാസിമാരുടെ സംയുക്ത വേദിയായ മാർഗദർശക് മണ്ഡലിന്റെ സംസ്ഥാന ജാഥയിലെ കോട്ടയത്തെ വേദിയിലാണ് സ്വാമി ചിദാനന്ദപുരിയുടെ ആഹ്വാനം. ഹിന്ദു ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന സ്വാമി അതിന്റെ കാരണങ്ങളും പറയുന്നു. ഒരു സന്താനം പോരാ. ഒരു സന്താനമാകുമ്പോ 2 പേർക്ക് ഒന്നെന്ന് പറയുമ്പോൾ ജനസംഖ്യ നേർപകുതിയാവുകയാണ്. ചുരുങ്ങിയത് ഒരു 3-4 എങ്കിലും മക്കൾ വേണം.
3-ൽ കുറയരുത്. 1 ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പോലെയുള്ളൂ. ഈ ധർമ്മത്തിന് വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി, ഈ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രചരണത്തിന് വേണ്ടി ഹിന്ദു താൽപര്യം സംരക്ഷിക്കുന്നവർക്ക് വേണം വോട്ട് ചെയ്യേണ്ടതെന്നും സ്വാമിമാരുടെ യാത്ര ആഹ്വാനം ചെയ്യുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള ഭിന്നിപ്പ് ഹിന്ദു സമൂഹത്തിൽ അവസാനിക്കണമെന്നും ചിദാനന്ദപുരി പറഞ്ഞു. ഭാരതത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഭാരതത്തിലെ, കേരളത്തിലെ അല്ല, 4% കുറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന്റെ ജനസംഖ്യ 24.6% കൂടിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ കേണൽ ഗദ്ദാഫി പറഞ്ഞത് ഓർമ്മിക്കണം, we will conquer the world with population bomb. ജനസംഖ്യാ വർധനമാകുന്ന ബോംബ് കൊണ്ട് ഞങ്ങൾ ലോകത്തെ മുഴുവൻ കീഴടക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണങ്ങളും ഉയരുന്നുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശമാണ് സ്വാമി നടത്തിയതെന്ന് MN കാരശ്ശേരി വിമർശിച്ചു. കുട്ടികൾ അധികമാവുമ്പോൾ അതിന്റെ ദുരിതം പേരേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇത് സമ്പത്തിന്റെ മാത്രം കാര്യമല്ല, സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നിർഭാഗ്യവശാൽ ചിദാനന്ദപുരി നടത്തിയത്. പിന്നെ ഈ പ്രസ്താവന നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കും. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ അത് ഒരു കുട്ടിയെ പട്ടാളത്തിലേക്ക് അഴക്കണമെന്ന് രാജ്യസ്നേഹമുള്ള ഒരാൾ ചർച്ച ചെയ്യപ്പെടുന്നവരെ സന്യാസ സമൂഹത്തിന്റെ അവസ്ഥയിൽ സന്യാസത്തിലേക്ക് ആളുകൾ കുറയുമ്പോൾ ആ സന്യാസത്തിലേക്ക് മക്കളിൽ ഒരാളെ വിടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി മാത്രം എടുത്താൽ മതി എന്നുള്ള എന്റെ അഭിപ്രായം. ശബരിമലയിൽ തെറ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്താതെ ഓർഡിനൻസ് ഇറക്കി ഭരണം തുടരാൻ അനുവദിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും സ്വാമി വിമർശിച്ചു. ന്യൂസ് 18 കോട്ടയം. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 13 ഉപാധ്യക്ഷന്മാരെയും BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അടക്കം 59 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി KPCC പുനഃസംഘടിപ്പിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ചേർത്തു. BA നാരായണനാണ് ട്രഷറർ. ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പട്ടിക പുറത്തുവിട്ടത്. സെക്രട്ടറി DCC പ്രസിഡന്റ് പ്രഖ്യാപനം പിന്നീട് നടക്കും. നേരത്തെ 5 വൈസ് പ്രസിഡന്റുമാരും 28 ജനറൽ സെക്രട്ടറിമാരുമായിരുന്നു. പട്ടികയ്ക്കെതിരെ പ്രതിഷേധവും ഉയർന്നുണ്ട്. പരിഹാസ പോസ്റ്റുമായി ഷമാ മുഹമ്മദ് രംഗത്തെത്തി. ചാണ്ടി ഉമ്മൻ ഭാവിയുടെ നേതാവാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണനയിലുണ്ട്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ തൃപ്തി, സംതൃപ്തി. എല്ലാ MLA-മാരെയും വന്നിട്ടില്ല, എല്ലാ MLA-മാരും ഇല്ല. MLA-മാരും വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത്. അത് ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിങ് യങ്സ്റ്റർ, വെരി പ്രോമിസിങ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അനുരഞ്ജന ചർച്ചകൾക്കും ഒടുവിലാണ് KPCCയുടെ ആദ്യഘട്ടമായുള്ള പുനഃസംഘടനാ പട്ടിക കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതുതായി ചേർത്ത 6 പേരും ഉൾപ്പെടെ ഒരു വലിയ പട്ടിക തന്നെയാണ്, ഒരു ജംബോ പട്ടിക തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോഴും അസംതൃപ്തി ബാക്കിയാകുന്നു ചില നേതാക്കൾക്കെങ്കിലും, ചില മുതിർന്ന നേതാക്കൾക്ക് എങ്കിലും എന്നതാണ് ഈ പുനഃസംഘടനയുടെ നിലവിലെ സ്ഥിതി. അതായത് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് A ഗ്രൂപ്പിന് അവർ നൽകിയ ലിസ്റ്റ് അനുസരിച്ച് ഏതാണ്ട് 17 പേരുടെ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. A ഗ്രൂപ്പിന്റെ ഭാഗമായി 17 പേരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം I ഗ്രൂപ്പിന്റെ ഭാഗമായി 19 പേരെ പരിഗണിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം KC വേണുഗോപാൽ പക്ഷക്കാരായ 15 പേർ, KC വേണുഗോപാലിന്റെ വിശ്വസ്തരായ 15 പേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അസംതൃപ്തരായി ഇപ്പോൾ മുമ്പിലുള്ളത് 2 പേരാണ്. അത് മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ K സുധാകരൻ. അദ്ദേഹം 5 പേരുടെ പേര് നൽകി. അതിൽ 3 പേരെ മാത്രമാണ് പരിഗണിച്ചത്. 2 പേരെ വെട്ടിക്കളഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ അസംതൃപ്തി. അതേസമയം മുൻ KPCC അധ്യക്ഷൻ കൂടിയായ
കെ മുരളീധരൻ ആകെ ഒരാളുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ആ പേര് എങ്ങും പരിഗണനയ്ക്കെടുത്തില്ല. അതിൽ കെ മുരളീധരൻ കടുത്ത അതൃപ്തിയിലാണ്. അദ്ദേഹം ആ അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് കൂടി യോജിച്ച ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ അദ്ദേഹം സംതൃപ്തനാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പക്ഷേ അതിനിടയിൽ ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ചാണ്ടി ഉമ്മൻ, അതായത് ചാണ്ടി ഉമ്മൻ KPCC വൈസ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ചാണ്ടി ഉമ്മൻ നടത്തിയ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ നടത്തിയ ഒരു പ്രതികരണമാണ് ചാണ്ടി ഉമ്മന് ഇപ്പോൾ ഇങ്ങനെയൊരു അല്ലെങ്കിൽ ഒരു സാധ്യതകൾക്ക് മങ്ങലായി മാറിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ പട്ടിക പൂർത്തിയായിട്ടില്ല എന്ന KPCC അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന പട്ടികയിൽ ഇപ്പോഴത്തെ അസംതൃപ്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുനയ നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതാണ് ഇവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഷെമ മുഹമ്മദ് അടക്കം അവരുടെ അസംതൃപ്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. ജോസ് വെള്ളൂരിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒളിയമ്പുമായി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാൽ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്ന ചോദ്യം. തന്റെ അഭിപ്രായങ്ങൾ KPCC പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ ചർച്ചയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനിച്ച പട്ടിക അന്തിമമാണെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ. അതുകൊണ്ട് പിന്നെ അതെ, സഹായിച്ചവരാ. ഇപ്പൊ സ്ഥിരമായി ഇങ്ങനെ ഒരു അതൃപ്തി പുനഃസംഘടനകൾ ഇപ്പൊ ചാണ്ടിയുമ്മൻ ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തെ മാറ്റിയത് അറിഞ്ഞില്ല. അല്ല, ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടക്കുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് 100% പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയും. തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും അല്ല, അതിൻ്റെ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ KPCC പ്രസിഡന്റിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗെന്ന് വെള്ളാപ്പള്ളി. വേഷത്തിൽ പോലും മതം കുത്തിനിറച്ച മറ്റൊരു പാർട്ടി ഇല്ലെന്നും വിമർശനം. ഇടതുമുന്നണിക്കൊപ്പം ലീഗ് കൂടിയാലും ആരും അത്ഭുതപ്പെട്ടില്ല. വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്താനാണ് ലീഗ് ശ്രമിക്കുന്നത്. SNDP മുഖപത്രം യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. മുസ്ലിം ലീഗിനെതിരെ SNDPയുടെ മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്റ്റൽമാർ എന്നാണ് വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മലബാർ കലാപം നടന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മറന്നു പോകരുത് എന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും അത്ഭുതപ്പെടാനില്ല. ലീഗ് ശ്രമിക്കുന്നത് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനാണ് എന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളി ലേഖനത്തിലൂടെ പറയുന്നു. ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ലീഗിന്റെ പുതുതലമുറ ലക്ഷ്യം വെക്കുന്നത് നീണ്ട 9 വർഷത്തെ അവരുടെ നഷ്ടം, അതായത് ഭരണത്തിൽ വരാത്തതിന്റെ നഷ്ടം അടുത്ത ഒരു ടേമിലൂടെ നേടിയെടുക്കുക, അത് കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർ വെക്കുന്നത്. തികഞ്ഞ വർഗീയതയാണ്, വർഗീയതയുടെ അപ്പോസ്റ്റൽമാരായാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നടക്കം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ എഡിറ്റോറിയൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്. KM ഷാജിയെ പോലെയുള്ള ആദർശധീരന്മാരായ നേതാക്കളുടെ മതേതര സംഭാഷണങ്ങൾ കേട്ടാൽ ചിരി വരുമെന്ന പരിഹാസം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശ സംരക്ഷണമല്ല ലീഗ് ലക്ഷ്യം വെക്കുന്നത്, മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കൽ മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി പറയുന്നു. പൊതുവേദികൾ പൂച്ചകളെ പോലെ മതേതരത്തിന്റെ മനോഹാരിത വിളമ്പും, എന്നാൽ അവരുടെ നിലപാട് അതല്ല എന്നുള്ളതാണ്. 3ാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്ന വെപ്രാളത്തിലാണ് ലീഗിന്റെ പുതുതലമുറ എന്നടക്കമുള്ള നിരവധി വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ അദ്ദേഹം എഴുതുന്നു. ആലപ്പുഴയിൽ നിന്നും G. സുധാകരനെതിരായ പാർട്ടിയുടെ രഹസ്യ റിപ്പോർട്ട് പുറത്തുവന്നത് എങ്ങനെയെന്നതിൽ CPM-ൽ ചൂടേറിയ ചർച്ച. സുധാകരനെയും പാർട്ടി നേതൃത്വത്തെയും തമ്മിൽ തെറ്റിക്കാൻ ആസൂത്രിത ഗൂഢാലോചനയെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പരസ്യമായി പറഞ്ഞതോടെ വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ വീട്ടിൽ നേതാക്കൾ നേരിട്ടെത്തിയത്. എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്രബോധമോ അല്ലോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല.
ഞങ്ങളെ രണ്ടുപേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ടൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാലൻ. അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നു, അത് മനോരമയിലാണ്. ജി സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും അമ്പലപ്പുഴയിലെ നേതൃത്വമാണ് ഇതിന് പിന്നിലെന്ന സുധാകരന്റെ മറുപടികളും ഒടുവിലെത്തി നിൽക്കുന്നത് സജി ചെറിയാൻ ജി സുധാകരൻ തുറന്ന പോരിലേക്കാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സലാം MLA വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയിന്മേൽ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അന്ന് സുധാകരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയിരിക്കുന്നത്. ഇതോടെ തനിക്കെതിരെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന ജി സുധാകരന്റെ വാദം പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ അംഗീകരിക്കുകയായിരുന്നു. 4 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം ഇപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഇതിനകത്ത് ആരോ അതിന്റെ പുറകിലുണ്ട്, എന്താ വെച്ചാൽ ആരോ പുറകിലുണ്ട്. സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അതിനുള്ള പ്ലാനോടും കൂടി നടത്തുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. അല്ലെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ അംഗങ്ങൾക്ക് നൽകുകയും പിന്നീട് തിരികെ വാങ്ങിക്കുകയും ചെയ്ത രഹസ്യ റിപ്പോർട്ടിന്റെ പേജുകൾ തന്നെ പുറത്തേക്ക് വന്നത് തിരുവനന്തപുരത്തുള്ള പല മുതിർന്ന CPM നേതാക്കന്മാരിലും അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. അത് ജില്ലാ നേതൃത്വത്തോട് തന്നെ പങ്കുവച്ചതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറി R. നാസർ ഉൾപ്പെടെയുള്ളവർ സുധാകരന്റെ വീട്ടിലേക്ക് അനുനയ ശ്രമത്തിനായി പോയത്. അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഇടത് സൈബർ പോരാളികൾ നിരന്തരം സുധാകരനിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും പാർട്ടി നേതൃത്വം നടപടി കൈക്കൊള്ളാത്തത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് എത്തിക്കുന്നത്. സുധാകരന്റെ പരസ്യ വിമർശനങ്ങൾ കൂടി ആയതോടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ ഇനി പരിഹരിക്കേണ്ടതായി വരും. അതിന്റെ തുടക്കമെന്നോണമാണ് ജില്ലാ സമ്മേളനത്തിൽ പോലും ക്ഷണിക്കാതിരുന്ന മുതിർന്ന നേതാവായ ജി സുധാകരനെ ദീർഘനാളുകൾക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസർ എന്നിവർ നേരിട്ടെത്തി അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തെയും ജി സുധാകരനെയും തമ്മിൽ തെറ്റിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടക്കുന്നുവെന്ന ഗൗരവകരമായ തുറന്നുപറച്ചിലുണ്ടായിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ ഭാഗത്തു നിന്നാണ്. പാർട്ടിക്കാകെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കൂടി പാർട്ടി നേതൃത്വത്തിനില്ലേ? ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൽ സിനിമ നേരിട്ട് കാണാനൊരുങ്ങി ഹൈക്കോടതി. കോടതി നേരിട്ട് സിനിമ കാണണമെന്ന നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും ആവശ്യം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസ് VJ അരുൺ ഹർജിയിലെ കക്ഷികളുടെ അഭിഭാഷകർക്കൊപ്പമാകും സിനിമ കാണുക. സിനിമയുടെ പ്രദർശന തീയതിയും സ്ഥലവും ഹൈക്കോടതി ചൊവ്വാഴ്ച തീരുമാനിക്കും. പാലിയക്കരയിൽ ടോൾ പിരിവ് ഇന്നു മുതൽ പുനരാരംഭിക്കാൻ ഉത്തരവ്. ഹൈക്കോടതിയുടേതാണ് വിധി. നിബന്ധനകളോടെയാണ് അനുമതി. ടോൾ നിരക്കിൽ മാറ്റം വരുത്തുന്ന കാര്യം ഇപ്പോൾ തീരുമാനിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഗതാഗത കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് 5 മുതലാണ് ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഓപ്പറേഷൻ നുഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുനൽകും. ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടുനൽകുക. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കസ്റ്റംസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുനൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കസ്റ്റംസ് നടപടി. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുനൽകണമെന്നായിരുന്നു ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുനൽകണമെന്ന് കസ്റ്റംസിനോട് ഇടക്കാല ഉത്തരവിട്ടത്. വാഹനത്തിന് ആവശ്യമുള്ള രേഖകൾ പരിശോധനാ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നുവെന്ന് ദുൽഖർ സൽമാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചത്. ബാങ്ക് ഗ്യാരണ്ടിയിലായിരിക്കും വാഹനം വിട്ടുനൽകുക. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ടീമിന്റെ ഇന്ത്യൻ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ പ്രമുഖ പത്രമായ ദ നേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നിരന്തരം ലംഘിച്ചുവെന്നും അതിനാൽ AFA കരാർ പ്രകാരമുള്ള മത്സരം മറ്റൊരു തീയതിയിലേക്ക് പരിഗണിച്ചേക്കുമെന്നുമാണ് റിപ്പോർട്ട്. വലിയ പ്രതീക്ഷയോടെ മെസ്സിക്കായി ആരാധകർ കാത്തിരിക്കവെയാണ് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തുവരുന്നത്.
മെസ്സിയും സംഘവും നവംബർ 17-ന് കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത്. അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൗഹൃദ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി കൊച്ചി സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങളടക്കം ആരംഭിച്ചിരുന്നു. പുതിയ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ടീമിന്റെ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ പ്രമുഖ പത്രമായ ദ നേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നിരന്തരം ലംഘിച്ചുവെന്നും അതിനാൽ AFA കരാർ പ്രകാരമുള്ള മത്സരം മറ്റൊരു തീയതിയിലേക്ക് പരിഗണിച്ചേക്കുമെന്നുമാണ് റിപ്പോർട്ട്. മാത്രമല്ല, മെസ്സിയും സംഘവും നവംബറിൽ അങ്കോളയിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന് സ്ഥിരീകരണമായിട്ടുണ്ട്. ലുവാണ്ടയിൽ നവംബർ 11-നാണ് ഈ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്കോളൻ ദേശീയ ടീമുമായിട്ടാണ് ലോക ചാമ്പ്യന്മാർ കളിക്കുക. ഇതിനുശേഷം നവംബർ 17-ന് കേരളത്തിലെത്തി ഓസ്ട്രേലിയക്കെതിരെ കളിക്കുകയെന്നത് അസാധ്യമാണ്. അതേസമയം വാർത്തകൾ നിഷേധിച്ച് സ്പോൺസർ ആൻഡ്രൂ അഗസ്റ്റിൻ രംഗത്തെത്തി. മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ തന്നെ കേരളത്തിൽ മത്സരത്തിനായി എത്തുമെന്നും ആൻഡ്രൂ അഗസ്റ്റിൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യയിലും വേൾഡിലുള്ള പത്രങ്ങൾ മുഴുവൻ പറയുന്നതിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. മെസ്സി അർജന്റീന ടീം അടങ്ങുന്ന അർജന്റീന ടീം 15-ാം തീയതി വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയ അനൗൺസ്മെന്റ് അറിയിപ്പ്. ഫിഫ വിൻഡോയിൽ മാച്ച് ഇല്ലെന്നോ ഫിഫ വിൻഡോ ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ത്യൻ പര്യടനത്തിനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്ന സൂചനകളും AFA വൃത്തങ്ങൾ നൽകുന്നുണ്ട്. മാർച്ചിൽ ഇന്ത്യ സന്ദർശിക്കുന്ന കാര്യം AFAയുടെ പരിഗണനയിലാണുള്ളത്. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനുമായി കളിക്കാൻ സാധ്യതയുള്ള ഫെൻലിസിമയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നോർക്ക കെയർ പദ്ധതി നവംബർ 1-ന് യാഥാർത്ഥ്യമാക്കുമെന്ന് നോർക്ക CEO അജിത് കോളശ്ശേരി ന്യൂസ് 18നോട് പറഞ്ഞു. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രവാസി കുടുംബങ്ങൾക്ക് നോർക്ക കെയറിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. പ്രവാസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയൊരു സുരക്ഷാ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് നോർക്ക റൂട്ട്സ്. നോർക്ക CEO കൂടിയായ അജിത് കോളശ്ശേരി എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. എന്താണ് ഈ ഒരു പ്രവാസി കെയർ പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്? പ്രവാസി ക്ഷേമത്തിനു വേണ്ടി പുതുതായിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി അവതരിപ്പിച്ച ഒരു സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നിലവിൽ അപകട ഇൻഷുറൻസ് പദ്ധതികൾ 2008 മുതൽ നോർക്ക നടപ്പിലാക്കി വന്നിരുന്നു. അപ്പം പ്രവാസികളിൽ നിന്നും പ്രവാസ മേഖലയിലുള്ള സംഘടനകൾ ലോക കേരള സഭയിലെ പ്രതിനിധികളൊക്കെ ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യമായിരുന്നു ഒരു സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ആ നിർദ്ദേശം പരിഗണിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് നോർക്ക റൂട്ട്സ് വഴി നോർക്ക കെയർ എന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതി പ്രവാസികളോടൊപ്പം തന്നെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്കും മികച്ച ചികിത്സ ഇന്ത്യയിലെ ആശുപത്രികൾ, കേരളത്തിലെയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശുപത്രികളിലൂടെ ഒരു ഇൻഷുറൻസ് കവറേജ് പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുകയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ എത്ര തുക വീതമായിരിക്കും നമുക്ക് ഈ ഇൻഷുറൻസിന്റെ പരിധി എത്രയാണ്? അതായത് ഇത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 5 ലക്ഷം രൂപയുടെ ഫാമിലി ഫ്ലോട്ടറാണ്. അതായത് ഫാമിലി എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന സങ്കല്പത്തിനകത്ത് പ്രവാസിയും പ്രവാസിയുടെ പങ്കാളി 2 കുട്ടികൾ, 25 വയസ്സുവരെയുള്ള 2 കുട്ടികളടങ്ങുന്ന ഒരു ഫാമിലി യൂണിറ്റിന് 5 ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ചികിത്സ. ഇതിന് ഏകദേശം കേരളത്തിൽ 500ഓളം ആശുപത്രികളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 17,000-ലധികം ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സാ സംവിധാനമാണ് ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നത്. ഇപ്പോൾ എത്രയധികം ആളുകളെ ഇതിന്റെ ഒരു പരിധിയിലെത്തിയിട്ടുണ്ട്? ഏകദേശം 30,000-ഓളം കുടുംബങ്ങൾ ഇപ്പം ഈ പദ്ധതിയിൽ ഇതിനകം ചേർന്നിട്ടുണ്ട്. പദ്ധതി ഒക്ടോബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയം നവംബർ 1 കേരളപ്പിറവി ദിവസം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുകയാണ്.